എന്തിന്? ഡൈവോഴ്സ് ആയിട്ടുള്ള ആളുകൾക്കുള്ള വേറെ ഗ്രൂപ്പുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ വിവാഹത്തിൽ ഇങ്ങനെ കുടിയും കിടക്കുന്ന സമയത്ത് അവരുടെ ചിന്തകളുണ്ടല്ലോ, നിങ്ങൾ ഭർത്താവിൻ്റെ വീട്ടിൽ അടിമപ്പണി എടുക്കേണ്ടവരല്ല, അല്ലേ, അങ്ങനെ ജീവിക്കേണ്ടത്, നമ്മൾ ഇഷ്ടത്തിന് ജീവിക്കുന്ന പെണ്ണുങ്ങളെങ്ങനെ വെറുതെ മോട്ടിവേഷൻ കൊടുക്കുന്ന കുറേ ആളുകളും ഗ്രൂപ്പുകളും ഉണ്ട്. അപ്പോൾ ചെറിയ എൻ്റെ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇറങ്ങി വരും. ഞാൻ പറയാം, വിവാഹത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതിൻ്റെ ഭംഗിയെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. അതെന്തിനാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. സ്വഹാബത്തിൻ്റെയും പ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെ ആ ഒരു പവിത്രമായ ബന്ധത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. ഇനി ഇന്നത്തെ വിവാഹവും പണ്ടത്തെ വിവാഹത്തിൻ്റെ ആയുസ്സുകൾ എടുത്തു നോക്കി നിങ്ങൾ. പണ്ടത്തെ വിവാഹത്തിൻ്റെ ആയുസ് എത്ര ഉണ്ട്? കല്യാണം കഴിഞ്ഞിട്ട് ഡൈവോഴ്സ് എന്ന് പറയുന്നൊന്നും അങ്ങനെ കേൾക്കൂല, അല്ലേ? തൊലാക്കൂല്ല എന്നൊക്കെ പറഞ്ഞാൽ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നായിരിക്കും തൊലാക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാവുക. ഇന്നോ നനങ്ങിയ കല്യാണം കഴിഞ്ഞു എന്നിട്ട് അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് പിരിഞ്ഞോ? അപ്പോൾ എങ്ങനെ അറിയാത്ത രീതിയിൽ എന്ത് ചെയ്യാണ്? മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന് കുറേ കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന്, നമ്മുടെ ആഘോഷങ്ങൾ എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. വിവാഹം എന്ന് പറയുന്ന സംഗതി ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം, വേറെ വിഷയങ്ങൾ എങ്ങനെയൊക്കെ വരാനുള്ളതുകൊണ്ട്. വിവാഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ വിവാഹം എന്ന് പറയുന്നത് ഒന്നും പാവപ്പെട്ടവൻ്റെയും പണക്കാരൻ്റെയും കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിവാഹം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇന്ന് എത്ര ദിവസത്തെ വിവാഹ പരിപാടിയാണ് ഇവിടെ ഉണ്ടോ എന്ന് അറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ടൗണാരാണ്, ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെ ആണ്, മൊത്തമാണല്ലോ. എത്ര ദിവസത്തെ വിവാഹ പരിപാടിയാണ് ഇവിടെ? ഇത്രയും അറിയില്ല. 7 ദിവസമൊക്കെ ഞങ്ങളവിടെ വിവാഹ പരിപാടി. 7 ദിവസം. അതിൽ തന്നെ എന്താണ്? ചുവപ്പ് കല്യാണം, മഞ്ഞ, പച്ച, അല്ലേ? അന്ന് തട്ടടാത്തത്, പിന്നെ ഞാൻ അന്ന് ഫുള്ള് മഞ്ഞാണെങ്കിലും മഞ്ഞ ഐസ്ക്രീമും മഞ്ഞ കാര്യങ്ങളില്ലേ, മഞ്ഞ തേച്ച് മഞ്ഞ ഡ്രസ്സ്, പച്ച ആണെങ്കിൽ പച്ച ഫുള്ള്. പൈസ ഇല്ലാത്തവനും കടം വാങ്ങിയിട്ടോ ലോൺ എടുത്തിട്ടോ ഒക്കെ എന്ത് ചെയ്യാണ്? ഈ സംഭവങ്ങളൊക്കെ വിവാഹത്തിന് വേണ്ടിയിട്ട് പൈസ പൊട്ടിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഈ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്വഭാവ പെരുമാറ്റങ്ങളും ഒക്കെ പണയം വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്? വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്.